നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ആരാ നിന്റെ കാമുകി? അവളെ കുറിച്ച് മാത്രം പറഞ്ഞില്ലല്ലോ. ഏതോ ഒരു മാളവിക എന്ന് മാത്രം നിന്റെ മൊബൈലിൽ ഞാൻ കണ്ടു. അത് കള്ളപ്പേര. അവളുടെ പേര് മാളവികയൊന്നുമല്ല, ജൂലിന. ജൂലിയെന്നോ? ആരോടും പറയരുത്. എന്റെ വീട്ടുകാരറിഞ്ഞാലേ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ നീ ഒന്ന് എന്നോട് സഹകരിക്കേ. നിനക്ക് ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാം. മീനാക്ഷിയല്ലേ? അതെ, ഞാൻ ജ്യോത്സ്യർ ജ്യോതിഷരത്നം ഡോക്ടർ ശർമ്മ. ആഹാ, ഓ രത്നമാണല്ലേ. ഏത് രത്ന? പവിഴോ അതോ ഇന്ദ്രനീലോ? ആ, ഡോക്ടർ എന്നും പറഞ്ഞു. MD എടുത്തിരിക്കുന്നത് ഏതിലാ? പീഡിയാട്രീഷ്യനോ, ഓർത്തോയോ അതോ ഗൈനക്കോളജിയോ? കുട്ടി തമാശക്കാരിയാണല്ലേ. വരൂ. മകം പിറന്ന മങ്കയും വിശാഖം പിറന്ന പുരുഷനും. ഗജകേസരി യോഗമല്ല, മഹാമാളവിക യോഗവുമല്ല. ഇതിനു പറയുന്നത് രാജയോഗമെന്ന. രാജയോഗം. രാജയോഗം. പൊരുത്തം നോക്കൂ ജോത്സരെ. നോക്കാം നോക്കാം. പത്തിൽ 9 പൊരുത്തം. ഒരു കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിച്ച സൗഭാഗ്യം മാത്രമുള്ള ജാതകക്കാരാ. മകം പിറന്ന പെണ്ണിന്റെ കഴുത്തിലെ മാംഗല്യം ചാർത്തുന്ന പുരുഷൻ സർവത്ര ഭാഗ്യവാനാ. ജാതകവശാലി കല്യാണം നടക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഒരു കുഴപ്പമില്ല. ശുദ്ധ ജാതകങ്ങളല്ലേ. ഈ കല്യാണം കൊണ്ട് അനുഗ്രഹീതമാകാൻ പോകുന്നത് ഇവർ മാത്രമല്ല, ഇരു കുടുംബങ്ങളുമാ. വരന്റെ വീട്ടുകാർക്കാണ് വധുവിന്റെ വീട്ടുകാരേക്കാൾ ഭാഗ്യം. അത് പിന്നെ 100% സത്യമാണല്ലോ. പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെയായി ഈ മാലതിയുടെ വീട്ടുകാർക്ക്. രൂപയും സ്വർണ്ണവും ചില്ലറ വല്ലതുമാണ് പോകാൻ പോകുന്നത്. ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. ദീർഘപൊരുത്തമുള്ളവരായി വളരെ സന്തോഷത്തോടെ ഈ വൈശാഖും മീനാക്ഷിയും ജീവിക്കും. സംശയമില്ല. അതിന് കല്യാണം നടന്നിട്ട് വേണ്ടേ? ഇവിടുന്ന് കിട്ടി ഈ പാഴ് ജോത്സ്യരെ. മലവാഴ. എൻഗേജ്മെന്റിന്റെ സമയം കുറിക്കു ജോത്സരെ, വേഗം. കുറിക്കാം. നിങ്ങൾക്ക് പണം കിട്ടിയ പോരെ? നിശ്ചയത്തിന് മുമ്പ് ആ പണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 1 കോടി.
വല്ലാത്ത ട്രാപ്പിലാണല്ലോ ദൈവമേ ഞാൻ ചെന്ന് പെട്ടത്. ഏത് നേരത്താണോ ഞാൻ അവനെ സഹായിക്കാന്ന് പറഞ്ഞത്? വല്ലാത്തൊരു കുരുക്കായിപ്പോയി. മീനാക്ഷി, എന്തു പറ്റി നിനക്ക്? എന്തു പറ്റാൻ? എനിക്കൊന്നുമില്ല. അതല്ല, നിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം നിനക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. ഏയ്, എനിക്കൊരു ടെൻഷനും ഇല്ല. ACPയോട് ഉണ്ടായ സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാലോ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാം. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ അത് മനസ്സിലാക്കുന്നവനാ ACP. പക്ഷെ പറഞ്ഞ ഒരുത്തിന് കാലുവാരിയല്ലേ? അത് ശരിയല്ല, അത് വേണ്ട. മീനാക്ഷി, നിന്റെ മനസ്സിന് വല്ലാത്ത പിരിമുറുക്കമുണ്ട്. നീ നുണ പറയുക. നിനക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ടെൻഷനുണ്ട്. പറയ, എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് തുറന്ന് പറയ. ഒന്നുമില്ല ACP. വൈശാഖിന്റെ അച്ഛനമ്മയെ ഓർത്താണോ? അവർക്ക് പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണോ നിനക്ക് ഈ ടെൻഷൻ? ആ മന്മഥനും ഇല്ല, അയാളുടെ ഭാര്യയ്ക്കും ഇല്ല കൾച്ചർ. അവര് സംസ്കാരശൂന്യര, അതിൽ ഒരു സംശയമില്ല. പക്ഷേ നീ നിന്നെ സ്നേഹിക്കുന്നവനെ ഓർത്താ മതി, വൈശാഖിനെ. നോൺസെൻസ്. എന്താ മീനാക്ഷി? ആ അലബലാദികളെ ഓർത്തൊന്നും അല്ല ACP എന്റെ ടെൻഷൻ. പിന്നെ? ഓ, ഇപ്പൊ മനസ്സിലായി. ജയറാമങ്ങളുടെ ഓർത്തായിരിക്കും. നിന്റെ അച്ഛനെ ഓർത്ത്. കല്യാണത്തിന് ജയറാമങ്ങളിനെ ഇവിടെ കൊണ്ടുവരാന്ന് വെച്ചാ അത് നടക്കില്ല. മുത്തശ്ശി അനുവദിക്കില്ല. പക്ഷേ നിന്നെ ഞാൻ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോവാം. അവിടെ വെച്ച് ദക്ഷിണ കൊടുത്ത് അച്ഛൻ്റെ അനുഗ്രഹം നീ വാങ്ങിയാൽ മതി. വിഷമിക്കാതെ മീനാക്ഷി. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന ജയറാം അങ്കിളിനെ കുറ്റവിമുക്തനാക്കി ഞാൻ കൊണ്ടുവരും പുറത്ത്. തീർച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.